ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ കൂടെയുള്ള ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇത് എൻ്റെ നാത്തു. നാത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സിസ്റ്റർ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? എനിക്കൊന്നും പറയാം. അത്രക്ക് ഷൈയൊന്നും അല്ല കേട്ടോ ആള്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ചലഞ്ച് എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് നാത്തുൻ വേഴ്സ് നാത്തു. ഇത്താന്ന് വിളിക്കും, ഇടയ്ക്ക് ഞങ്ങൾ ചിന്നാനും വിളിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയാൾ വന്ന് കരഞ്ഞ് പറഞ്ഞു വന്നത് ചലഞ്ച് എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് നാത്തുൻ വേഴ്സസ് നാത്തുൻ എന്നുള്ളൊരു കുട്ടി വീഡിയോ അല്ലേ. ഇത്താത്തയുടേതായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെതായ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 9-10 ക്വസ്റ്റ്യൻസ് എൻ്റെ അത് കറക്റ്റ് കൗണ്ട് ഞാൻ ചെയ്തിട്ടുള്ള എന്തോ 9-10 ഉണ്ടാകും. അപ്പോൾ ആദ്യം ചോദിച്ചു, എന്നിട്ട് ആൻസർ ഇത്താത്ത അവിടെ എഴുതും. ഞാൻ പറയുന്ന ആൻസർ സെയിം ആണോ എന്നുള്ള രീതിയിൽ നോക്കാം. വീട്ടിലെ ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി പിന്നെ വന്ന് വീഡിയോ എടുക്കാം. ഇതിലേ വാ, ഉമ്മയുടെ അടുത്ത് ഇതിലേ വാ, നമുക്ക് ചിന്നാനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അയാൻ എൻ്റെ പേനൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ ഫോണിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഇത്താത്തത് ഇതിൽ ഡയറിലോട്ട് റീറൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ഇത്താത്തടെ തന്നെ തുടങ്ങാം. നാത്തുൻ തന്നെ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ക്വസ്റ്റ്യൻ ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും. ഞങ്ങൾ രണ്ടുപേരും ആൻസർ എഴുതും. അപ്പൊ എന്നെ ഫേവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ആൻസർ ആദ്യം ഞാൻ പറയും, അവളുടെ ചെക്ക് ചെയ്യും. അവളെ ഫേവർ ചെയ്യണമെങ്കിൽ അവൾ ആദ്യം ആൻസർ പറയും, എന്നെ ചെക്ക് ചെയ്യും. അപ്പൊ എത്രത്തോളം അറിയാന്ന് ഞങ്ങളെ മനസ്സിലാക്കാൻ പോണ ഒരു ദിവസമാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം. 3 വർഷമായിട്ട് ഞങ്ങൾ ഇതുവരെ ഹൂനോസ് മീ ബെറ്റർ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യണതാണ്. ഹൂനോസ് മീ ബെറ്ററിന്റെ ഒരു മിനി വേർഷൻ കൂടെ പറയാം. അതെ. അപ്പൊ എന്തായാലും ഞാൻ ഇൻട്രോ അധികം നീട്ടിക്കൊണ്ട് പോകണ്ട നമുക്ക്. എന്തായാലും ഞാൻ നോക്കൂല. അതായത് അത് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഇറക്കി. ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, എന്റെ ഫേവറേറ്റ് കളർ അതറിയാത്ത ഇവിടെ ആരുമില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ആ കളർ. അതിപ്പോ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ ഇത്താത്ത എഴുതിക്കാണ്ട് പേന എനിക്കറിയാൻ ഞാനിവിടെ ജസ്റ്റ് എഴുതായിരുന്നു. ഞാൻ നോക്കണില്ല. സ്പീഡായിക്കോട്ടെ. ആൻസർ പറയട്ടെ. നേവി ബ്ലൂ ആൻഡ് ഗ്രേ. നേവി ബ്ലൂ എന്ന് എഴുതിയിട്ടില്ല, ബ്ലൂ. ബ്ലൂവും ഗ്രേ ഒക്കെ ഇവര് എത്ര ഡ്രസ് എടുക്കാൻ പോയാലും ലാസ്റ്റ് ബ്ലൂ ഡ്രസ് കൊണ്ടുവരുന്നത്. എന്റെ സ്റ്റാറ്റസ് ആണെന്നവരൊക്കെ പറയും എല്ലാത്തിലും ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രേ ഉണ്ടാവും. ഞങ്ങൾ എപ്പോഴും ബ്ലൂ അല്ലെങ്കിൽ ഗ്രേ എടുക്കുന്നതാണ്. പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് പോയിന്റ് ചെയ്തിട്ട് വച്ചു അല്ലെങ്കിൽ എല്ലാം കൂടി ചെയ്യാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെ മിക്സപ്പ് ചെയ്ത് വയ്ക്കാം. അല്ല, എന്റെ ഫേവറേറ്റ് കളർ എന്തായാലും ഞാൻ ആ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്റെ ഫേവറേറ്റ് കളർ ആയിക്കോട്ടെ. എല്ലാ കളർ ഡ്രസ് ഇടാറുണ്ട് ഞങ്ങൾ. കിട്ടുന്നുണ്ടോ? ഇരിക്കണത് നമ്മുടെ പ്രൊമോ ക്യാമറമാൻ ആയതുകൊണ്ടേ കിട്ടില്ലെന്ന് ബ്ലാക്ക്. ഓക്കെ, എനിക്ക് ബ്ലാക്കിനോട് ഇഷ്ടം കൂടുതലാണ്. കുറച്ച് അധികം ഡ്രസ്സുകളുള്ളത് ബ്ലാക്ക് കളർ. കണ്ടു. അടുത്തത് എന്റെ ബർത്ത് ഇയർ അല്ല, ബർത്ത് ഡേറ്റ് മാത്രം എഴുതിയാൽ മതി. എന്തായാലും മറക്കൂല ഞാൻ. കാരണം അതായത് ഇവരുടെ ബ്രദറിന്റെ ഹസ്ബൻഡിന്റെയും ചെപ്പൂന്റെയും അപ്പുറം ഡേറ്റ് ആണ്. May 5 ചെപ്പൂന്റെയും May 6 എന്റെയും. അതുകൊണ്ട് ഇതെന്തായാലും മറക്കൂല. അതുകൊണ്ട് എനിക്ക് ഒരു ഏതെങ്കിലും ഒരു ഈടെന്ന് പറയാമോ? മാസം ഏപ്രിലാണ്. എനിക്കറിയാൻ പറ്റില്ല. എന്തായാലും ഞാൻ നല്ലൊരു ഊഹം എഴുതി ഏപ്രില്. ആകെ ഒരു നാത്തൂനുള്ളൂ. ആ ഒരു നാത്തൂന്റെ ബർത്ത്ഡേ പോലെ ഓർത്ത് വെച്ചിട്ടില്ല. നിങ്ങൾ എന്റെ ഓർത്തകൾ എന്താണെന്ന് എനിക്കറിയാമോ? എനിക്ക് ഒരു ഓർമ്മ വെച്ച് പറയട്ടെ, ഏപ്രിൽ 16. അങ്ങനെ പറയണ ഒരു ഓർമ്മ ഉണ്ടല്ലോ, ആ സമയം നമ്മളെല്ലാം ഓർമ്മ. മാർക്കുണ്ട്.
ഓക്കെ, ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഞാൻ 2 എണ്ണം എൻ്റെ മനസ്സിൽ ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്നാ ഞാൻ സ്ലൈസ് ഓഫ് സ്പൈസി അല്ല, ഞാൻ അത് പെടും. ഇഷ്ടമാണ് ചിക്കൻ അല്ലെങ്കിൽ മീൽസ് എഴുതണം. ഒന്നില്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ചോറും. ഏറ്റവും കൂടുതൽ അവള് റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്നത് അഷ്റൂഫാണ്. അതിന് ഞാൻ തെറ്റ് പറയണല്ലോ, കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ചോദിക്കട്ടെ. ഞാനും അതായത് എൻ്റെ ഇക്കാക്ക ഇവളുടെ ഹസ്ബൻഡും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് കറക്റ്റാണ്. കറക്റ്റ് എന്നല്ല, ഒരു റൗണ്ട് എഴുതിയാ ഇപ്പൊ 1.25 ആണെങ്കിൽ 2 എഴുതിയാൽ മതി, 2.25 അല്ലെങ്കിൽ 3, 3.25 അല്ലെങ്കിൽ 4 അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു ഊഹാപോഹമാണ്. ഞാൻ പറയട്ടെ, 3. 2ന്റെ 3ന്റെ ഇടയിലാണ് നിങ്ങളുടെ ഏജ് ഡിഫറൻസ്. Again I got 1 mark. എന്റെ മാർക്കൊക്കെ ഇടുന്നുണ്ടല്ലോ. ഇടുന്നുണ്ട് 2 മാർക്ക്. ഓക്കെ. അതായത് എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ അതായത് മൗണ്ടെയിൻ ആണോ ബീച്ചാണോ ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ളത് കുഞ്ഞ 2 കിട്ടണ്ടല്ലോ അല്ലേ? ഞാൻ എവിടെ പോണേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. പറയട്ടെ, ബീച്ച്. എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി ഫോണിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് പിള്ളേരുടെ ഞാൻ അറിഞ്ഞില്ല. മൗണ്ടെയിൻ. ഞാൻ മൗണ്ടെയിൻ ആണ് എഴുതിയത്, ബീച്ചല്ല. ഞാൻ പോവാൻ ആഗ്രഹിക്കുന്ന, ഞാൻ എപ്പോഴും ചെറുതിലേ തൊട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമുണ്ട്. അത് എഴുതിക്കോ. എന്റെ ഡെസ്റ്റിനേഷൻ അറിയാന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാവുന്ന എഴുതിയാ പക്ഷേ തീരെ നമ്മുടെ ഇക്കാക്കാക്ക് ദുബായിൽ വലിയ താല്പര്യം. എനിക്ക് മാറി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഞാനൊരു പെറ്റ് പേഴ്സൺ ആണോ അല്ലയോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. പെറ്റ് പോയിട്ട് ചെറിയ പിള്ളേരോടില്ല പിന്നെ പെറ്റ്. ഓക്കെ, ചിന്നാക്കുരുമാർക്ക് പെറ്റിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല. ചെപ്പ് നേരെ ഓപ്പോസിറ്റ് ആണ്. എൻ്റെ അടുത്ത് പുറത്ത് പോകുമ്പോൾ ചോദിക്കും മുയലിനെ വാങ്ങിക്കട്ടെ, പ്രാവിനെ വാങ്ങിക്കട്ടെ. ഞങ്ങളുടെ വീട്ടില് ഏകദേശം ഞങ്ങള് ചെറുതിലേ തൊട്ട് ഇപ്പൊ വീട്ടിലാണെങ്കിലും പ്രാവ് ഉണ്ടായിട്ടുണ്ട്, ഇവിടെ മുയലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ ഇവൻ തന്നെ ഇവൾക്ക് സിംബാനെ വലിയ കാര്യമല്ലായിരുന്നു. അപ്പൊ ഇവളെപ്പോഴും സിംബാനെ കുറ്റം പറയും. അവൾക്ക് അലർജി ഉള്ളതുകൊണ്ട് പിന്നെ സിംബാനെ ഞങ്ങള് കൊടുത്ത്, നമ്മുടെ വീടിന്റെ അകത്തല്ല പക്ഷെ എങ്കിൽ കൂടിയും ഞങ്ങൾക്ക് പെറ്റിനോട് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ 3 പേർക്കും, ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഇത്തിരി താല്പര്യമുണ്ട്. ഞങ്ങളെയൊക്കെ താല്പര്യം എൻ്റെ ബ്രദറിന്. അതെ, ആൾക്ക് പക്ഷെ ആൾക്ക് വന്ന പാർട്ട്ണർക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഏരിയയാണ് പെറ്റ് ഏരിയ. കാരണം അവൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവള് നോക്കണമല്ല, അതുകൊണ്ട് ഇവള് സമ്മതിക്കാത്തത്. എൻ്റെ ക്വസ്റ്റ്യൻ, എൻ്റെ ഒരു ഡ്രീം ജോബ്. ഇന്നലെ പറഞ്ഞതാണ്, ഒന്ന് ഓർത്ത്. ഓക്കെ, ഈ ടോപ്പിനെ കുറിച്ച് ഇന്നലെ സംസാരിച്ചത് കൊണ്ട് നല്ല ഓർമ്മയുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഓക്കെ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓക്കെ. അല്ല, അത് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. നിലവിൽ ഞാൻ 2 വർഷമായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിപ്പോൾ റിസൈൻ ചെയ്തു. അതൊക്കെ ഈ ഒരു ഡ്രീമിൻ്റെ പുറകെ പോകാനുള്ളൊരു ആദ്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ആദ്യം ഞാനൊരു ഇതിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അവിടെ ഞാൻ കംഫർട്ടായിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷേ ഹസ്ബൻഡ് തീരെ സമ്മതിക്കുന്നില്ല. ആൾക്ക് എന്തായാലും ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള ഒരു ആഗ്രഹം ആൾക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഓരോ പ്രായങ്ങളുണ്ടല്ലോ, അതേ പ്രായത്തിലെല്ലാം നേടണം എന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പോളിസി. അപ്പോൾ ആളതുകൊണ്ട് എന്ത് ചെയ്തില്ല,
റിസൈൻ ചെയ്യിപ്പിച്ചു. നിലവിൽ ഇപ്പോൾ ഞാൻ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഈ അടുത്തെങ്ങാനും ആവുകയാണെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ കുറച്ചൊക്കെ ഒന്ന് മെന്റലി ഒക്കെ ഒന്ന് ടയേർഡായ സമയത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ ഹസ്ബൻഡും എൻ്റെ ബ്രദറിനോട് പറഞ്ഞിട്ടാ പോണ്ട നോക്കാം. പക്ഷെ എങ്കിൽ കൂടിയും അവൻ്റെ ഉള്ളിൽ എത്രയൊക്കെ പറഞ്ഞാലും നമ്മളൊരു ഇതിലെത്തി കാണണം എന്ന് ആഗ്രഹിക്കുന്നവനാണല്ലോ. അപ്പം എന്തായാലും ഞാൻ ഇത്രയും പെട്ടെന്ന് അതിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ, ഞാനല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. ഫ്രീ ആകുമ്പോൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, ഫ്രീ ആകുമ്പോൾ ടോട്ടലി എനിക്ക് ചെയ്യാൻ ഒരു കാര്യം ഇഷ്ടമാണ്. ചെയ്യാനാണോ കാണാനാണോ ആക്ടിവിറ്റി ആണോ? ഒരു ആക്ടിവിറ്റി അല്ല, ഒരു കാര്യം, ഹോബി. ഹോബി എന്ന് പറയാം. ഫ്രീ ആകുമ്പോൾ അതായത് ഇപ്പോൾ ആയാനെന്ന് പറയും കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അറിയുമ്പോൾ സിനിമ സ്വാഭാവികം. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ സിനിമയോട് അഡിക്ഷൻ ഉള്ളൊരു വ്യക്തിയാണ് പച്ചു. ഞങ്ങളൊന്നും അത്രയും കാണില്ല. ഞാൻ ഏറ്റവും ലാസ്റ്റ് പോയി കണ്ട സിനിമ ഏതാണെന്നോ, പ്യാലി എന്താണെന്ന് തോന്നുന്നു. പ്യാലി നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവൂല. എനിക്ക് തിയേറ്ററൊക്കെ ഭയങ്കര പേടിയാണ്, അത്രയും ഒച്ച ബഹളമൊക്കെ. അപ്പൊ അത് കാരണം ഇഷ്ടമാണ്. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണല്ലോ അല്ലേ. എന്താണ് കിട്ടണില്ലേ റെക്കോർഡിംഗ് അല്ലേ മോളില് റെഡ്? എന്റെ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക് ഇപ്പൊ നമ്മൾ സിനിമാറ്റിക് ആണോ, മാപ്പിളപ്പാട്ടാണോ, മെലഡി ക്ലാസിക്കൽ അതൊന്നും വേണം. അതിലേക്ക് പോകണ്ട മോളെ. അത് സ്വാഭാവികമായിട്ടും ആയിരിക്കും മാപ്പിളപ്പാട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാനും പാടാനൊക്കെ ആഗ്രഹിക്കുന്നത് മാപ്പിളപ്പാട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് കുറച്ചും കൂടി കേൾക്കാൻ ഇഷ്ടം മാപ്പിളപ്പാട്ട് തന്നെയാണ്. ഒരു പാട്ട്, ഒരു വീഡിയോയിൽ ഇത്ര പാട്ടായിട്ട് നിലവിലെ നല്ലൊരു അപ്കമിങ് സിംഗറാണ്. ഇനി മർസാനടയിൽ ഇപ്പൊ കൊറേ വണ്ണുകൾ വന്നിട്ടുണ്ടല്ലോ. എന്റെ അത് തീരെ കുറവാണല്ലോ എഴുതുള്ള. അത് എഴുതാത്തതല്ല, എന്റെ ബ്ലഡ് ഗ്രൂപ്പ്. ഓ, അതെന്തായാലും നിങ്ങൾ അറിയണം. ബ്ലഡ് ഗ്രൂപ്പ് കറക്റ്റ് കുത്തി എഴുതിക്കണം. അല്ല, ബി പോസിറ്റീവ് ആണ്. ചോദിച്ചോ ക്വസ്റ്റ്യൻ. അമ്മ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടിക്കോ? ഇല്ല, അങ്ങനെ ചോദിച്ചാൽ മതി. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ എൻ്റെ ഒരു ഊഹം മാത്രമാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് മിക്കപ്പോഴും. ഞാൻ കാണുമ്പോൾ ഈ വ്യക്തി ഫേസ്ബുക്കിലായിരിക്കും. ആണോ? അല്ല, യൂട്യൂബ്. ഫേസ്ബുക്ക് ആയിരുന്നു ഒരു സമയം വരെ. ഞാൻ ഫേസ്ബുക്കിലായിരുന്നു, അത് തെറ്റ് പറയാൻ പറ്റില്ല. പോയിന്റ് ഇടാം. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂട്യൂബാണ്. കാരണം ഞാനിപ്പോ കോച്ചിങ്ങിന് പോകണ്ട. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി സിക്നെസ്, ആ ഒരു ഫേസ്ബുക്ക് സിക്നെസ് മാറിയിട്ട് യൂട്യൂബിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് കാണേണ്ട റീൽസൊക്കെ കാണൂട്ടാ. എല്ലാവരും കാണാനില്ല എന്നല്ല, എങ്കിൽ കൂടി ഇപ്പൊ കുറച്ചും കൂടി കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താ യൂട്യൂബ് ആയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ മാർക്ക് ഇടാലോ? ഫേസ്ബുക്കിൽ മാർക്ക് ഇട്ടോ. അടുത്തത് ഇനി എൻ്റെ +2 എൻ്റെ സബ്ജക്റ്റ് ഞാൻ അറിഞ്ഞൂടാണ്. അടുത്തത് ഞാനല്ലേ ചോദിക്കേണ്ടത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷം? എനിക്ക് അറിഞ്ഞൂടാ. ഇട്ടാ മതിയോ? ഡിഷോ കാണാൻ പറ്റില്ല. ഡിഷ് പറയട്ടെ. 5 4.5. അപ്പൊ കുഴപ്പമില്ല. നേരത്തെ 6 മാസം കൊണ്ട് ഇനി 5 ഇല്ല, ഞാൻ 4 ഇട്ടിട്ട് പിന്നെ വെട്ടി 5 ഇതിന്റെ ഉള്ളിലാണെന്ന് എനിക്ക് എന്തായാലും അറിയാം. മാർക്കുണ്ട്. അടുത്തത് എന്റെ ക്വസ്റ്റ്യൻ. ഇതാണ്, ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ ഓൺലൈനിൽ.
ക്ലാസ് എടുക്കണ ഞാൻ എപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇവരിവിടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഏതെങ്കിലും 3 സ്റ്റുഡൻസിൻ്റെ പേര് നിങ്ങൾക്ക് ഭയങ്കര ഇവർക്ക് സ്റ്റുഡൻസിന് അറിഞ്ഞൂടെങ്കിലും ഞാൻ ഇങ്ങനെ വിളിച്ച് ഭയങ്കര സിമിലിയർ ആയിട്ടുള്ള നെയിംസ് ആയിരിക്കും. 3 പേരുടെ മതി. അതിപ്പോൾ ഞാനിവിടെ എഴുതണ്ടല്ലോ ഓൾറെഡി. റോഹൻ കറന്റ് ഇല്ല. റോഹൻ ആദ്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. റോഹനും വിഹാനും ലസ്രിത. ഓക്കെ, ഒരു പോയിന്റ്. ഓക്കെ, അടുത്തത് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ, അതായത് വിന്റർ ആണോ ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസൺ എന്ന് പറയുന്നത്? എന്തായാലും സമ്മറല്ല. സമ്മറല്ല, എന്തായാലും റെയിനി ഓർ വിന്റർ ആയിരിക്കും. ആണോ? ഞാൻ എഴുതിയാ റെയിനി ഓർ വിന്റർ. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലാകെ തണുപ്പില്ലാത്തൊരു വ്യക്തി ഇത് മാത്രമാണ്. എനിക്ക് എന്തായാലും പറഞ്ഞത് 2 പൂജ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ചെപ്പും ഞാനും തമ്മിലുള്ള ഏജ് ഡിഫറൻസ്? കൂട്ടിയൊക്കെ 7. ഓക്കെ, 7 6 7 റൗണ്ട് ചെയ്ത് വരില്ല. എന്നാലും കുഴപ്പമില്ല. 4-5 കൂടെ റൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ വർത്താനം. അടുത്തത് ചോദിക്കട്ടെ, പിന്നെ മറ്റേത് ആരെങ്കിലും പറഞ്ഞോട്ടെ എന്നോട്. കാണില്ല ഞങ്ങൾ രണ്ടാളെ. എന്റെ ഫേവറേറ്റ് ഫുഡ് ഇതാണോ? ഫുഡല്ലേ? പിന്നെ ഫുഡ് അല്ലാണ്ട് ഞാൻ ഈ ഡെസേർട്ട് ഐറ്റംസ് അങ്ങനെ ഒന്നുമില്ല. ചിക്കൻ മന്തി ആണോ? അതിന് നമുക്കൊരു കണക്കൂട്ടിലൊന്നും ചിക്കൻ മന്തി ഒരു മാർക്ക് മനസ്സിലിരിക്കും. കുറച്ചു പേര് വന്നിക്കണ്ടേ ഓഡിയൻസ് ആയിട്ട്. പറഞ്ഞു. പിന്നെ എന്താണ് അടുത്ത് ചോദിച്ചോ? ഞാനാണല്ലേ. എൻ്റെ എത്രാമത്തെ വയസ്സിലാണ് എനിക്ക് അയാൻ മീൻസ് എൻ്റെ കൊച്ച് ഉണ്ടായത്? എൻ്റെ എത്രാമത്തെ വയസ്സിൽ? പോടാ. പ്രഗ്നന്റ് ആയതല്ല, ഞാൻ പ്രസവിച്ചപ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 20. അല്ല, നോക്കട്ടെ കേട്ടോ. 20 കറക്റ്റാണ്. നോക്കട്ടെ. രണ്ടിന്റെ കണ്ടാണ് എഴുതിച്ചേക്കണം. മറന്നു കേട്ടോ. ചോദിച്ചോ? എനിക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എനിക്കില്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ തീർന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെ വീട്ടില് ഞാനും അയാനും തമ്മിലുള്ള വയസ്സ് വ്യത്യാസം? 23 ഒരാൾക്കൊക്കെ കൂട്ടി കുറച്ചൊക്കെ 22.5 23 ഇടയിൽ കറക്റ്റാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. പിന്നെ കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ മാരേജ് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം. രണ്ടും കൂടെ വേറെ ടെൻഷൻ എടുക്കണ്ട. കറക്റ്റാണ്. 2021. എന്നൊരു ക്വസ്റ്റ്യനോട് ചോദിക്കൂ. ഞാൻ നിർത്താം. ഞാനിപ്പോ ചോദിച്ചല്ല, ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചാൽ ഞാനും കൂടെ ചോദിച്ചിട്ട് നിർത്താം. ശരി, അങ്ങനെയൊക്കെ ചോദിക്കാൻ ക്വസ്റ്റ്യൻ ഇല്ല. ആണോ? എൻ്റെ ഒരു
ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡിഷ് നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ ഇത് മതി. ഞാന് നിനക്ക് ഒരു പ്രാവശ്യം കോളേജിൽ പോവാൻ വേണ്ടിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ പേര് കോളേജിലെ പരിപാടിക്ക് വേണ്ടിട്ട് നമ്മളൊരു ഫുഡ്സ് ഫുഡ് ഉണ്ടാക്കി. അയ്യോ പോക്കറ്റ് ഷവർമ അല്ലേ? അല്ല, ബക്കറ്റ് ഷവർമ ആയിരുന്നു. അല്ല, ബക്കറ്റ് ആയിരുന്നു, പോക്കറ്റ് അല്ലായിരുന്നു. ഓർമ്മയില്ലേ? ഇല്ല, എനിക്ക് അതിന്റെ പടം ഓർമ്മയുണ്ട്. ആ പടം ഓർമ്മ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ മോളെ, പറയാത്തത് തെറ്റിപ്പോയില്ലേ? ഓക്കെ, ഞാൻ യൂസ് ചെയ്യണ സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അത് വേണ്ട, ഞാൻ യൂട്യൂബിൽ ഞാൻ അങ്ങനെ അധികം ആരുടെ ബ്ലോഗുകളൊന്നും കാണാറില്ല. എന്നാലും ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരു ഫാമിലിയുടെ ഒരു വ്ളോഗ്. അത് ആരുടെ അവരൊരു കുറച്ച് 5-6 പേരടങ്ങിയ ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയിലെ മിക്ക ഒരു വ്ളോഗും ഞാൻ കാണും. ആ ഫാമിലി ഏതാണെന്ന് ചോദിക്കാം. വേറെ ആരുടെ വ്ളോഗുകളും കാര്യങ്ങളും അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇവരുടെ ഇഷ്ടമാണ്. അതിനൊരു റീസൺ ഉണ്ട്. റീസണൊന്നുമില്ല. അവര് 4 പേരും എൻ്റെ വീട്ടില് ഞങ്ങള് 4 പേരാണ്. അതുകൊണ്ട് എനിക്ക് സിന്ധു കൃഷ്ണ അവരെ കാണാൻ അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യണതല്ല. പക്ഷെ ആ ഒരു സിന്ധു കൃഷ്ണ ആ ഒരു കൃഷ്ണനെ കാണുമ്പോ കൊച്ചിന് ഉമ്മാനും ഓർമ്മ, ചിലപ്പോ ഓർമ്മ. പിന്നെ ആനന്ദെ കാണുമ്പോ എനിക്ക് ഇത്താത്തനെ ഓർമ്മ വരും. ഈശാനിനെ കാണുമ്പോ എന്റെ ഓർമ്മ വരും. ഈശാനിനെ 4 കൂട്ടിക്കെട്ടണം. അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനൊന്നുമല്ല. എന്നാലും അവരുടെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. വേറെ ആരും അങ്ങനെ പൊതുവെ കാണാറില്ല. അപ്പോൾ എനിക്ക് അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞതിൽ ഓരോ ഉത്തരം തെറ്റി. അതും തെറ്റല്ല. പോക്കറ്റ് ഷവർമ, ബക്കറ്റ് ഷവർമ 2 തെറ്റി. അപ്പൊ ആരാ ജയിച്ചത്? ഫർസാന കേസ് ഇസ് എ വിന്നർ. എനിക്കതൊരു താരനുണ്ടെങ്കിൽ ഒന്നും തരാനില്ല. അന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി, എന്റെ നിലവിലത്തെ ഗൂഗിൾ പേ ബാലൻസ് ഞാൻ ഇത്തിരി നേരത്തെ കൂടി പറഞ്ഞോളൂ. ഇപ്പൊ ഈ കുട്ടിയുടെ അടുത്ത് ഗൂഗിൾ പേ ബാലൻസ് പറഞ്ഞില്ല. എത്രയാണ്? ഇല്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. 5 രൂപ. 5000 5 RS. അത് 3828. ഞാൻ ഇവളോട് പറഞ്ഞു നമുക്ക് ഫലൂഡ കഴിക്കാൻ പോവാന്ന് വിളിച്ച് വന്നില്ല. ഞാനാ വിളിച്ചതിട്ടോ ഫലൂഡ കഴിക്കാൻ ജ്യൂസിൽ പോവാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഫലൂഡ കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ ഇവൾക്ക് വലിയ താല്പര്യം കാണില്ല. ഇനിയിപ്പോ ആരെങ്കിലും പുറത്തുനിന്ന് വിളിച്ചിട്ടാണ് പോയെ അല്ലേ മഞ്ഞേ? അപ്പൊ ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ. എന്തെങ്കിലുമൊക്കെ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനും കൂടി ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ അടുത്തതായിട്ട് എൻ്റെ ഒരു പാട്ടായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്താണ്, നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എന്റെ നാത്തൂനെ നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്ത് യൂട്യൂബിന്റെ ഒരു ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രധാനമായിട്ടും. പിന്നെ എന്താണ് കിട്ടും, അത് അതിന്റെ കാര്യം നോക്കി പൊക്കോളൂല. അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.